നമസ്കാരം എല്ലാ വന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വേളി കായലിൻ്റെ പരിസരത്താണ്. എത്ര കണ്ടാലും മതിവരാത്ത തിരുവനന്തപുരത്തെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ വേളി. വേളിയിൽ ടൂറിസം വകുപ്പ് പലപ്പോഴേ പല പദ്ധതികളും പ്രഖ്യാപിക്കാറുണ്ട്. എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് പിന്നീട് ഇവിടെ വരുമ്പോഴേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഇനിയും വേളി മെച്ചപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു വാർത്തയിൽ വളരെ വിശദമായ ഒരു പ്രോജക്റ്റ്, അതായത് അവർ പറയുന്നത് ഈ വേളിയിലൊരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ 2-3 മണിക്കൂർ കഴിയുമ്പോൾ അവർ തിരികെ അങ്ങ് പോകും, എല്ലാം കണ്ടതിന് ശേഷം തിരികെ പോകും. അതല്ല, അവർക്കൊരു 1 ഡേ ഡെസ്റ്റിനേഷൻ എന്നുള്ള തരത്തിൽ വേളിയെ മാറ്റിയെടുക്കുവാനുള്ള ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ചതായി ഒരു വാർത്ത വായിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വാചകം അടിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ തിരുവനന്തപുരത്തെ കാണാക്കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഈ ചാനൽ അധികം തിരുവനന്തപുരത്തുകാർ കണ്ടിട്ടില്ല. അപ്പോൾ അവരിലേക്ക് എത്തിക്കുവാനായി ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ തുടങ്ങിയ കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്ത് ചാനലിനെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തലസ്ഥാനത്തിലെ മനോഹര വിനോദസഞ്ചാര കേന്ദ്രമായ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പുതിയ പദ്ധതികളുമായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറെടുക്കുകയാണ്. ഒരു സാഹസിക പാർക്ക് ഇവിടെ ഒരുക്കുവാനാണ് പദ്ധതി. ഇതിനായി കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ നീളുന്ന തരത്തിൽ സഞ്ചാരികളെ ഇവിടെ തന്നെ തുടരുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വിനോദ ഉപാധികൾ ഒരുക്കുമെന്ന് അറിയുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ ആവിഷ്കാരം. ഫ്ലോട്ടിംഗ് പാലത്തിന് സമീപത്തായി ഉപയോഗിക്കാതെ കിടക്കുന്ന 300 മീറ്റർ കായൽ ഭാഗത്ത് വാട്ടർ സ്പോർട്സ് സംവിധാനങ്ങൾ ഒരുക്കുമെന്നും പറയുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കായൽ ശുചീകരണം നടത്തിവരുന്നുമുണ്ട്. 50 ലക്ഷം രൂപ ചിലവിൽ 12 സെന്റ് സ്ഥലത്ത് ആയിരിക്കും സാഹസിക പാർക്ക് സജ്ജമാക്കുന്നത്. സോളാർ ഊർജം കൊണ്ട് ഓടുന്ന തീവണ്ടി, പൊങ്ങിക്കിടക്കുന്ന ആംഫി തിയേറ്റർ, റെസ്റ്റോറൻറ്റ്, കടപ്പുറത്തെ കുതിര സവാരി തുടങ്ങിയവ ഇപ്പോൾ തന്നെ സഞ്ചാരികളെ ആകർഷിച്ചു വരുന്നുണ്ട്. സ്വകാര്യ സംരംഭകരെ കൂടി ഇവിടെ നിക്ഷേപത്തിനായി ക്ഷണിക്കുമെന്നും വാർത്തകളിൽ സൂചനയുണ്ട്. വേളിയിലെ ബോട്ടിംഗ് പ്രധാനപ്പെട്ട ആകർഷണമാണ്. അനർട്ടിന്റെ സഹകരണത്തോടെ സോളാർ ബോട്ട് ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുമെന്നും പദ്ധതിയിട്ടിരിക്കുകയാണ്. 78 ലക്ഷം രൂപ ചിലവിൽ ജലപ്പരപ്പിൽ ഒഴുകുന്ന ആംഫി തിയേറ്ററിൽ സാംസ്കാരിക പരിപാടികൾ നടത്തുവാനുള്ള സൗകര്യമുണ്ട്. ഇത് വാടകയ്ക്ക് നൽകുന്നതോടെ കൂടുതൽ പേരെ ഇവിടേക്ക് ആകർഷിക്കുവാൻ കഴിയും. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കാണാവുന്നതാണ്. ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇടയ്ക്ക് പൊളിഞ്ഞ് അതിൻ്റെ താഴ്ഭാഗത്തോട് വെള്ളമൊക്കെ കയറി മുങ്ങിയിരുന്നു. വീണ്ടും അത് നല്ല രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. വേളിയിലൊരു പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് പഴയ കാലം എടുക്കുകയാണെങ്കിൽ വേളി തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റൊക്കെ വലിയൊരു കൗതുകമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങളും മാളുകളും പാർക്കുകളും ഒക്കെ വന്നപ്പോൾ വേളി അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ്റെ വളരെ ചീപ്പായിട്ടുള്ള ഡെസ്റ്റിനേഷനിലൊന്നാണ് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ ടൂറിസ്റ്റ് സ്ഥാപനം. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം 300 മീറ്ററോളം ഈ ഒരു ഭാഗം അധികം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഈ വേളിയുടെ ടൂറിസം വകുപ്പ് കണ്ടെത്തിയ അല്ലെങ്കിൽ വിദഗ്ധർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പല ഭാഗവും ശരിക്കും ഒരുപാട് സ്ഥലം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കാരണം വെറുതെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ വാട്ടർ സ്പോർട്ട് പദ്ധതികൾ, മറ്റ് സർഫിംഗ്, കനോയിങ്, കയാക്കിങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതുകൂടാതെ തന്നെ അഡ്വഞ്ചർ ടൂറിസം, അത് ഏറ്റവും നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പല റിസോർട്ടുകൾ തിരുവനന്തപുരത്ത് തന്നെ കോവളം ഭാഗത്തൊക്കെയുള്ള പൂവാർ അവിടെയുള്ള റിസോർട്ടുകളിൽ അവർക്ക് അഡ്വഞ്ചർ ടൂറിസം എന്നുള്ള രീതിയിൽ റോക്ക് ക്ലൈമ്പിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കൂടി ചേർത്തുള്ള ഒരു സംവിധാനം കൊണ്ടാണ് അതിനെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പക്ഷേ അതിനൊരു പൊട്ടൻഷ്യൽ ഇവിടെ വളരെ വെളിയിൽ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ള ഒരു തീരുമാനമാണ് ആ ഒരു റിപ്പോർട്ടിൽ വായിച്ചത്. വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഓപ്പൺ എയർ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു തിയേറ്റർ സംവിധാനം ഇതിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അല്പം വെയിലാണ്, രാവിലെ സമയമാണ്. അതേസമയം വൈകുന്നേരങ്ങളിൽ അസ്തമയ സൂര്യൻ്റെ പ്രകാശമൊക്കെ ഏറ്റ് നല്ല ഒരു ആംബിയൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്ത ഈ കുറേ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് പ്രൊജക്ഷൻ പുറത്തേക്ക് വന്നിട്ടില്ല. എങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ വേളി, ശംഖുമുഖം, ആക്കുളം ഇങ്ങനെയുള്ള ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സാധാരണ സ്കൂൾ ട്രിപ്പുകളും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകൾ നമ്മുടെ വേളിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാളും വളരെ അടിപൊളിയാക്കുവാനുള്ള സാധ്യത വേളിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വേളിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വളരെ വിശാലമായ കടൽ തീരമാണ്. അപ്പോൾ വേളിയിലെ കടൽ തീരം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ്. ഈ ചാനലിൽ തന്നെ മുമ്പ് വേളിയുടെ കടൽ തീരത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് കമൻറ്റ്സ് അതിൻ്റെ കൂടുതൽ വിഷ്വൽസ് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു.
പക്ഷേ ഇപ്പോൾ നമ്മുടെ തീരപ്രദേശങ്ങൾ നാശത്തിൻ്റെ വക്കിലാണ്. കടലാക്രമണം, കടലേറ്റം അതൊരു വശത്ത് നടക്കുന്നു. അതുമാത്രമല്ല, തീരം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ തീരങ്ങളെല്ലാം കൂടി ശുചിയാക്കാനുള്ളൊരു വലിയ കേരളത്തിലെ മൊത്തം തീരങ്ങളും അതുപോലെ തിരുവനന്തപുരത്ത് ഏകദേശം 45 കിലോമീറ്ററോളം തീരങ്ങളും ശുചിയാക്കുവാനുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ അത് ഗവൺമെൻറ് ഉടനെ തന്നെ അതിൻ്റെ ശുചിത്വ സാഗര തീരം അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ബീച്ചുകളെല്ലാം വൃത്തിയാക്കി അതിന് പ്രത്യേക സമ്മാനമൊക്കെ ഏർപ്പെടുത്തി നാട്ടുകാരെയും കൂടി ബോധവൽക്കരിച്ചുള്ള ഒരു പരിപാടിയാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ വരുന്ന മാസങ്ങളിൽ എപ്പോഴും അതിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കുമെന്നൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി തുടങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ച് തീർച്ചയായും ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു സംഭവമാണ് ഈ കടൽ തീരം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ആ കടൽ തീരങ്ങളോട് ന്യായമായ രീതിയിൽ അവർ മമത കാട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയമാണ്. കാരണം ആ ഒരു പൊട്ടൻഷ്യൽ ഇപ്പോഴും യൂസ് ചെയ്തിട്ടില്ല. വളരെ മിതമായ സൗകര്യത്തിൽ പോലും ഈ കടൽ തീരങ്ങൾ തേടി ഇത്രയും ടൂറിസ്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുമ്പോൾ അവിടെ എന്തോ ഒളിഞ്ഞിരിപ്പില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പോലെ നമ്മളതിനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ കൂടി പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാ കാഴ്ചയും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.